നല്ലൊരു പ്രഭാതം ദൈവനാളത്തിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ രാവിലെ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 22-ാം വാക്യം. ദ ബുക്ക് ഓഫ് മാത്യു ചാപ്റ്റർ 10 വേർഡ്സ് 22. എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനോ രക്ഷിക്കപ്പെടും. പറഞ്ഞത് യേശു. ആരാണ് യേശു? നമ്മുടെ രക്ഷകൻ, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, നമ്മളെ വഴി നടത്തുന്നവൻ, നമുക്ക് ജീവൻ തന്നവൻ. നമ്മൾ ജീവിക്കുന്നതിന് കാരണം യേശുവാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾക്കിത് വിശ്വസിക്കാൻ പറ്റുമോ? തീർച്ചയായും ആ യേശു പറയുകയാണ്, എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും. യഥാർത്ഥമായിട്ട് ഹൃദയത്തിൽ യേശുവിനെ കർത്താവും രക്ഷകരുമായി സ്വീകരിച്ചത് യാഥാർത്ഥ്യമാണെങ്കിൽ, സത്യമാണെങ്കിൽ, നിശ്ചയമാണ് അനേക നിന്ദകളും പഴികളും അപമാനങ്ങളും കഷ്ടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടും വേദനകളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. എന്നാൽ ഇവിടെ പറയുന്നത്, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനോ രക്ഷിക്കപ്പെടും. ആ രക്ഷ കാണുവാൻ, ആ രക്ഷിപ്പ് അനുഭവിപ്പാൻ നമുക്ക് കർത്താവിൻ സന്നിധിയിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ, നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ രാവിലെ സമയത്തിന് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ തിരുവെഴുത്ത് പ്രകാരം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ,